നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ഇന്റർനെറ്റിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അങ്ങ് പ്രചരിക്കുകയല്ല, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ടെലഗ്രാമിലും മറ്റു വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോസിന്റെ ഒക്കെ. ഇപ്പൊ എത്തരത്തിലുള്ള വീഡിയോസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾ ഓപ്പൺ ആയിട്ട് കുളിക്കത്തില്ലേ, അതിന്റെ വീഡിയോസ്. ഇപ്പം മെയിനായിട്ട് ഇത്തരം വീഡിയോസ് ആൾക്കാർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുംഭമേള നടക്കുകയാണ്. അപ്പോൾ ഈ കുംഭമേളയിൽ ഒരു മെയിൻ ആയിട്ടുള്ള റിച്വൽ ഉണ്ട്. പ്രയാഗ്രാജിലുള്ള ത്രിവേണി സംഗമം, ഗംഗാനദി. ഈ ഗംഗാനദിയിൽ മുങ്ങുക. അപ്പോൾ ഗംഗാനദിയിൽ ഇതുപോലെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ തന്നെ മാറും, നമ്മുടെ ശരീരം പരിശുദ്ധിയിലേക്ക് വരും എന്നാണ് ആൾക്കാരുടെ വിശ്വാസം. ഇപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു റിച്വലാണ് ഈ ഗംഗയിൽ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ പങ്കെടുക്കുന്നവരിൽ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ ഇതേപോലെ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെയാണ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിലും വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമ്മൾ ഡ്രസ്സ് നനയും, ഡ്രസ്സ് നമ്മുടെ ശരീരത്തിലോട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. സൂം ചെയ്ത് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടെലഗ്രാം ചാനലുകളിലൂടെയും മറ്റ് വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ തന്നെ കുറേ എണ്ണം വിൽപ്പന നടത്തുകയാണ്. ഇപ്പോഴാണ് ഇത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇതുവരെ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഈ സ്ത്രീകളൊന്നും തന്നെ ഇതൊന്നും അറിയാതെയാണ് അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ടെലഗ്രാം ചാനലുകളിലൊക്കെ തന്നെ 3000 രൂപയ്ക്കും 4000 രൂപയ്ക്കും ഒക്കെയാണ് വിൽപ്പന നടത്തുന്നത്. മഹത്തായ ഭാരതീയ സംസ്കാരത്തെയാണ് ഈ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹത്തായ ഭാരതീയ സംസ്കാരം പ്രസംഗിക്കുന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? ഇതൊന്നും കാണുന്നില്ലേ? ഭാരതീയ സംസ്കാരത്തെ വലിച്ചു കീറുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ സ്ത്രീകളൊന്നും ഇതൊന്നും അറിയുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ചെയ്യുകയാണ്. റിച്വലിന്റെ ഭാഗമായിട്ട്, സ്പിരിച്വാലിറ്റിയാണ്, അവരുടെ വിശ്വാസമാണ്, ഒരു ആചാരമാണ്, അനുഷ്ഠാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിയാതെ, അവരുടെ സമ്മതമൊന്നും ഇല്ലാതെ അവരുടെ വീഡിയോസ് ഇങ്ങനെ എടുക്കുകയാണ്. അവർ പോലും അറിയാതെ അവരുടെ ശരീരം ഇങ്ങനെ മറ്റ് ചാനലുകളിലൂടെ ഒരു പ്രദർശന വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശപ്പെട്ട കാര്യമാണ് നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ചെയ്യുന്നതും ഈ ഭാരതീയ സംസ്കാരം വഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ കുംഭമേള കാണാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനും ചിത്രീകരിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. ഒരു ഫോണിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. കുറേ ക്യാമറയുമായിട്ടും ഫോണുമായിട്ടും കുറേ എണ്ണം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. 3000 രൂപ കൊടുത്തും 4000 രൂപ കൊടുത്തുമൊക്കെ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാനും ഈ വീഡിയോസൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസുകാർ. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് കാര്യം? ഇത് ആരാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ പറ്റുമോ? ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പോലും കണ്ടെത്താൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് അതിന് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. സംസ്കാരം മാത്രമേ ഉള്ളൂ, ഇതൊന്നും കണ്ടെത്താനുള്ള ടെക്നോളജി ഇല്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. അപ്പോൾ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം മെറ്റയുടെ വരെ സഹായം അഭ്യർത്ഥിച്ചേക്കുകയാണ് പോലീസുകാർ. എങ്ങനെയുണ്ട് കഥ? എങ്ങനെയുണ്ട്? എന്തൊരു നാണക്കേടാണ് ഇതൊക്കെ. പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനാഷണലി ഈ വാർത്തയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജാണ് ഇടിഞ്ഞു താഴാൻ പോകുന്നത്. ഇതൊന്നും ആർക്കും അറിയണ്ട. ഇതൊക്കെ വളരെയധികം സുരക്ഷിതമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തണം. ഇത്രയും വലിയൊരു സംഭവമാണ്, വലിയ മഹത്തായിട്ടുള്ളൊരു സംഭവം നടക്കുകയാണ്. കുംഭമേള എന്ന് പറയുമ്പോൾ ഇപ്പം 144 വർഷങ്ങൾക്ക് ഒരിക്കൽ നടക്കുന്നൊരു സംഭവമാണ് ഇപ്പം നടക്കുന്നത്. അത്രയും പുണ്യമായിട്ട് കരുതുന്ന ഹിന്ദുക്കൾ പുണ്യമായിട്ട് കരുതുന്ന അവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒരു സംഭവം, അത് യാതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാതെ ഒന്നുമില്ലാതെയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി വലിയ മോശപ്പെട്ട വേറൊരു കാര്യമില്ല. ഇതൊക്കെ മുമ്പ് തന്നെ മനസ്സിലാക്കണമായിരുന്നു. ഇത്തരത്തിൽ ഈ ഏരിയാസിലൊക്കെ, ആ കുളിക്കുന്ന ഭാഗത്ത്, ആ ഗംഗയുടെ ആ ഒരു ഏരിയാസിലൊക്കെ തന്നെ ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. ഇപ്പോഴാണ്, ഇപ്പം തീരാറായി, കുംഭമേള അവസാനിക്കാറായപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്, പതുക്കെ മനസ്സിലാവുന്നത്. തീർന്നില്ല. ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടതാണ്. ഈ കുംഭമേളയിൽ ആൾക്കാർ കുളിക്കുന്ന ഗംഗയുടെ ഭാഗത്തെ വെള്ളം പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് എന്താണെന്നറിയാമോ? മാരകമായിട്ടുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം, മനുഷ്യ വിസർജ്യത്തിൽ കാണുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ആ വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചത്.
എന്തുമാത്രം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമെന്നറിയാമോ? ഈ കുംഭമേള കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരുടെ ശരീരത്ത് ഒരുപാട് രോഗങ്ങളാണ്, ഒത്തിരി ഇഷ്യൂസാണ്. അവർക്ക് വയറിളക്കവും ഛർദിലും പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെന്നിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്. അങ്ങനെ റിപ്പോർട്ട് വന്നതോടുകൂടിയിട്ടാണ് അവർ ഈ ജലം എടുത്ത് പരിശോധിക്കാൻ തയ്യാറായത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഒരു വൃത്തിക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇല്ല, സത്യമാണത്. ഇപ്പം ഇങ്ങനെ വലിയൊരു പരിപാടി, ഇപ്പം ഇന്റർനാഷണലി ആൾക്കാർ നോക്കിക്കാണുന്ന ഇങ്ങനെ വലിയൊരു സംഭവം നടക്കുമ്പോൾ ആദ്യം മുതലേ വളരെയധികം ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. വളരെയധികം പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കുംഭമേള നടന്ന് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എന്തുമാത്രം അപകടങ്ങൾ അവിടെ ഉണ്ടായി. ഇതൊന്നും പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടല്ലേ? ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പോലും പ്ലാനിങ് ഇല്ല. നമ്മൾ കണ്ടതാണ്. റെയിൽവേ ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, തിക്കും തിരക്കുമാണ്. ഒന്നും പ്ലാൻ ചെയ്യാതെ ചുമ്മാ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് നടത്തുകയാണ്. എന്നിട്ട് പറയുന്നതോ മഹത്തായ ഭാരതീയ സംസ്കാരം. ഇതാണ് മഹത്തായ ഭാരതീയ സംസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുകയല്ല, ഭാരതീയ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുകയാണ്. ഇപ്പൊ അവിടെ പോയി തിരിച്ചു വന്ന സ്ത്രീകളുടെയൊക്കെ ഉള്ളിൽ എന്തുമായിരിക്കും? ഭയമായിരിക്കും. ഇപ്പോഴാണ് ഈ വാർത്ത എല്ലാവരും അറിയാൻ തുടങ്ങിയത്. ഇന്ത്യ മുഴുവൻ ഈ വാർത്തയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അവരുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർ പോലും അറിയാതെ അവരുടെ വീഡിയോസ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരുടെ വീഡിയോസ് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരിക്കും നമുക്കറിയത്തില്ല, കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്തുമാത്രം അന്വേഷണം നടന്നാലും എന്തോരം ആൾക്കാരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്റർനെറ്റിൽ വന്ന വെബ്സൈറ്റുകളിൽ വന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ മുഴുവനായിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. ശരിക്കും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. പക്ഷേ ആ അഭിമാനം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാതെ ഇരിക്കുക. ഇതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. മെയിനായിട്ട് ആണുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും സ്ത്രീകളായിരിക്കത്തില്ലല്ലോ, ആണുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ആണുങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മുടെ തന്നെ സംസ്കാരത്തെയാണ് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കാണിക്കുന്നത്, ചിത്രീകരിക്കുന്നത്. മറ്റ് രാജ്യക്കാരുടെ മുമ്പിൽ നമ്മളെ തന്നെ തരം താഴ്ത്തുകയാണ് എന്ന് സ്വയം ചിന്തിക്കുക. ചിന്തിച്ചിട്ടൊന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. സ്വന്തം വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കുക. അതൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ലല്ലോ. സ്വന്തം വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും പെങ്ങളുണ്ടെങ്കിലും മറ്റുള്ള സ്ത്രീകളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പോലീസ് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ഇനി എന്ന് വരും? നമ്മുടെ നാട്ടിലെ പോലീസല്ലേ അന്വേഷിച്ച് അവസാനം കുംഭമേള തീരുന്നതോടുകൂടിയിട്ട് ഇവർ ആ കേസും ക്ലോസ് ചെയ്യും. പിന്നെ ഇനി അടുത്ത കുംഭമേള വരെ ഉള്ള കാത്തിരിപ്പാണ്. അപ്പോൾ പറയാം, അടുത്ത കുംഭമേളയ്ക്ക് എല്ലാം ശരിയാക്കാം, എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഒക്കെ അന്നത്തെ കുംഭമേളയിൽ ഒരുക്കൂ എന്ന് പറയും. അതോടുകൂടിയിട്ട് എല്ലാം കഴിഞ്ഞു. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. ഇനി അവിടേക്കുള്ള സ്ത്രീകളുടെ എണ്ണം കുറയും. കുംഭമേള കാണാൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണം കുറയും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞു കഴിയുമ്പോൾ പല വീട്ടിലെ പുരുഷന്മാരും സ്ത്രീകളോട് പറയും, നിങ്ങൾ ഇനി അവിടേക്ക് പോകണ്ട, അവിടെ സുരക്ഷിതമല്ല, പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വിലക്കും. അൾട്ടിമേറ്റ്ലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതെയായിട്ട് സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടി വരും. ഇതാണല്ലോ നടക്കുന്നത്. അല്ലാതെ പുരുഷന്മാരെ പറഞ്ഞ് തിരുത്തത്തില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്ന് പുരുഷന്മാരെ പറഞ്ഞാലും തിരുത്തത്തില്ല. മഹത്തായ ഭാരതീയ സംസ്കാരം. എനിക്കിത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അഭിമാനമല്ല, അപമാനമാണ് തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അപമാനമല്ലേ തോന്നുന്നത്? നിങ്ങൾ തന്നെ പറ.